ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. എൻ്റെ കൂടെ ഇന്ന് കിച്ചൂട്ടി ഉണ്ട്. കിച്ചൂട്ടി UK നിന്ന് വന്നിട്ടുണ്ട്. കിച്ചൂട്ടി ഹായ് ഗൈസ്. ഓക്കെ. അപ്പം ഇന്ന് ആക്ച്വലി ഭയങ്കര ഒരു സ്പെഷ്യലെന്ന് ഞാൻ പറയാൻ കാരണം തന്നെ ഞാൻ ഇന്ന് കുറേ പേര് എന്നോട് ചോദിച്ചിരുന്നു. കാര്യം വർഷങ്ങളായിട്ട് ഞാൻ പോകുന്നതാണ് നമ്മുടെ കൃപാസനത്തിൽ. അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു അവിടെ ഉടമ്പടി എടുക്കുന്നത് എങ്ങനെയാണ് കാര്യങ്ങൾ, അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസ് എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഫുൾ വീഡിയോ അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ ഓൾറെഡി ഉടമ്പടിയിലാണ്. അപ്പം ഞാൻ അവിടെ കൃപാസനത്തിൽ ഇന്ന് പോകുന്ന ഡേ ആണ്. അപ്പം ഞാൻ ഓർത്ത് ഇന്ന് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്കറിയില്ല ഇത് എത്ര പേർക്ക് ഉപകാരമാകുമെന്ന്, ബട്ട് സ്റ്റിൽ എന്നോട് ചോദിച്ചവർക്ക് വേണ്ടി ഞാനിത് പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പം ഇന്നലെ കിച്ചൂട്ടി വിളിച്ചപ്പോഴാണെങ്കിലും പറഞ്ഞു കിച്ചൂട്ടിക്കും കൃപാസനത്തിൽ പോകണം എന്ന് ആഗ്രഹമുണ്ട്. നേരത്തെ പോയിട്ടുണ്ട്, എന്നാലും ഇത്തവണ ഉടമ്പടി എടുക്കണം എന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ പോകുന്നുണ്ട്, എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ കാഞ്ഞിരം പറ്റുന്നൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാറിലൊന്നുമല്ല, നമ്മൾ ബസ്സിലാണ് പോകുന്നത്. എന്താ പാട്ടൊക്കെ കേട്ട് നല്ല ബസ്സിലിരുന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ നമ്മളിപ്പോൾ കോട്ടയത്ത് നിന്ന് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആലപ്പുഴ. ചേർത്തലേന്നാകുമ്പോൾ എനിക്ക് ഒന്നും നോക്കണ്ടായിരുന്നു, നേരെ അങ്ങ് പോയാൽ മതിയായിരുന്നു. പക്ഷേ അപ്പോൾ പോകുന്ന വഴി ഞാൻ കാണിച്ചു തരാം, അവിടെ എത്തിയിട്ട് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരാം. ഇന്നിപ്പോൾ ബുധനാഴ്ചയാണ്. ഇന്നലെ ആയിരുന്നെങ്കിൽ ധ്യാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അപ്പം കിച്ചൂട്ടിക്ക് ക്ലാസ്സിന് എന്തായാലും ഇരിക്കേണ്ടി വരും. ഞാൻ ഓൾറെഡി ഉടമ്പടിയിലായതുകൊണ്ട് എനിക്ക് ക്ലാസ്സിലിരിക്കേണ്ട ആവശ്യം വരത്തില്ല. അപ്പം അവിടെ ചെന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പം നമ്മൾക്ക് പോകുന്ന വഴിയും റൂട്ടും എല്ലാം ഞാൻ കാണിച്ചു തരാം. ഇപ്പം ആഷാണ് എന്നെ കൊണ്ടുപോയി ഞങ്ങൾ രണ്ടുപേരെയും ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്നാണ് നമ്മളെ ബസ്സിൽ പോകുന്നത്. അപ്പം ഇനി പോകുന്ന യാത്രയും അവിടെ ചെന്നിട്ടുള്ള ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ ഈ വ്ളോഗിൽ ഇടുന്നതായിരിക്കും. നമ്മൾ ബസ് കിട്ടി ചങ്ങനാശ്ശേരിയിൽ നിന്ന് ബസ് കയറി. ആ ടിക്കറ്റ് കാണിച്ച് നമുക്കുണ്ടല്ലോ ഫ്രീ ടിക്കറ്റാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഫ്രീ ടിക്കറ്റിൽ യാത്ര ചെയ്യുന്നത്. ഞാൻ പൈസ കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് വേണ്ട, ഫ്രീ ആണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്ത് പോവാണ്. 160 റുപ്പീസിൻ്റെ ടിക്കറ്റാണ്, ഫുൾ ഫ്രീ. ആൾക്കാരവർക്ക് നമ്മളെന്താ ചെയ്യുന്നത്, നമ്മളിവിടെ എത്തി, നമ്മൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചതായിരുന്നു. എന്തൊരു ചൂടാണ് ഇവിടെ, എന്താ പറയുക, ഒട്ടുക്കത്തെ ചൂട്. ഈ ചൂടത്ത് നല്ലൊരു സോഡ സർബത്ത് കുടിക്കുമ്പോൾ ഈ ചൂടത്ത് നല്ലൊരു സോഡ ലൈം കുടിക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസം വേറെ ഒന്നിനുമില്ല. സുഖവാ പുതിയ ഉടമ്പടി എടുക്കാനുള്ളവരാണെങ്കിൽ അവിടെ സെക്കൻഡ് കൗണ്ടറിൽ ചെന്നതിന് ശേഷം പുതിയ ഉടമ്പടിയുടെ ഒരു ഫോം കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് സെക്കൻഡ് ബാച്ചിലേക്കുള്ള ക്ലാസ്സിലാണ്. സെക്കൻഡ് ബാച്ചിൻ്റെ ക്ലാസ് വരുന്നത് തന്നെ 2 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് തീരുമ്പോൾ തന്നെ എങ്ങനെയായാലും ഒരു 5 മണി ആവുന്നുണ്ടായിരിക്കും. അപ്പം കിച്ചൂട്ടിനെ ക്ലാസ്സിന് വിട്ടതിന് ശേഷം ഞാൻ പള്ളിയിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. നാല് മണി കഴിഞ്ഞപ്പോൾ തന്നെ ഓൾമോസ്റ്റ് അവിടെയുള്ള ആളുകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലാസ് കഴിഞ്ഞ് വരുന്നവരുടെ പ്രാർത്ഥനയും ഉടമ്പടി എടുക്കാനുള്ള പ്രിപ്പറേഷൻസും മാത്രമേ പിന്നെ അവിടെ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ മെയിൻ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഒരു 4 മണിയായപ്പോൾ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കിച്ചുട്ടിക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇതാണ് ക്ലാസ്സിന് പോയ ഓരോരുത്തരായിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള അവർ പ്രദക്ഷിണമായിട്ട് മാതാവിൻ്റെ അടുത്തിലേക്ക് ചെന്ന് തൈലം ഒഴിക്കുന്നതും പ്രാർത്ഥിച്ച് ഉടമ്പടി എടുക്കുന്നതുമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ക്ലാസ് ഒരു 5 മണിയപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ബാച്ചായിട്ട് താഴേക്ക് വന്ന് പ്രദക്ഷിണമായിട്ട് മാതാവിൻ്റെ സന്നിധിയിലേക്ക് മുത്തുക്കുടയൊക്കെ എടുത്ത് പോകുന്നതാണ്. പിന്നെ തൈലം അവിടുത്തെ മാതാവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന ഒരു വിളക്കുണ്ട്, അവിടെ ആയിരിക്കും അവരത് ഒഴിച്ച് ഉടമ്പടി പ്രഖ്യാപിക്കുന്നതാണ്. പിന്നെ ഇത് കൃപാസനത്തിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ടായിരിക്കും ഒരു സ്റ്റോർ വരുന്നത്. അവിടെയാണ് നമുക്ക് ക്യാൻഡിൽസും നമ്മുടെ തൈലവും എണ്ണയും ഒക്കെ വാങ്ങാൻ പറ്റുന്നത്. ഒരു 5:30 ആയപ്പോൾ തന്നെ നമ്മളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിതാ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ബസ് കയറാൻ വേണ്ടി പോവാണ്.
ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ പള്ളിയിൽ പോയിട്ട് വരികയാണ്. ഇന്ന് സൺഡേ ആണ്. ഇന്നലത്തെ വീഡിയോ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കൃപാസനത്തിൽ പോയതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞങ്ങൾ വന്നത് ലേറ്റായി. നമ്മൾ ഇവിടുന്ന് അവിടെ എത്തി കിച്ചൂട്ടി ഉടമ്പടി എടുക്കാൻ വേണ്ടിയുള്ള ക്ലാസ്സിന് കയറി. ആ ക്ലാസ് ഓൾമോസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ 3.5 hour 4 hours അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് ഒന്നിനും ടൈം കിട്ടിയില്ല. ബിക്കോസ് നമുക്ക് അവിടെ നിന്ന് ബസ് പിടിക്കണമായിരുന്നു, പിന്നെ ഫുഡ് കഴിക്കണമായിരുന്നു. അപ്പോൾ ഇതൊന്നും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. നമ്മളൊരു ഓട്ടമായിരുന്നു. അതിനിടയ്ക്ക് എനിക്ക് വയ്യാണ്ടായതുകൊണ്ടാണ് എനിക്ക് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. നമ്മൾ ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് എങ്ങനെയും വീട്ടിലെത്തി എനിക്കൊന്ന് കിടന്നാൽ മതി എന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഒരു കാര്യങ്ങളും എലാബറേറ്റ് ചെയ്ത് പറയാൻ പറ്റാണ്ടിരുന്നത്. ഞാൻ അവിടുന്ന് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ എനിക്കതിനൊന്നും നടന്നില്ല. അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ, നെക്സ്റ്റ് ഡേ ഞാൻ ഇതിനെപ്പറ്റി മാത്രമായിട്ട് പറയാം, കാമായിട്ടിരുന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിൻ്റെ ബാലൻസ് ആയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഹാപ്പി സൺഡേ. ഞാൻ ഇന്ന് പള്ളിയിൽ പോയിട്ട് ഇപ്പോൾ വരികയാണ്. ഭയങ്കര അടിപൊളി കേട്ടോ പള്ളി. ഞാൻ ഡെയിലി പള്ളിയിൽ പോകുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ എനിക്കൊരു വയ്യാണ്ടിരുന്നപ്പോൾ എനിക്ക് കണ്ടിന്യൂസ്ലി പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാനത് റീസ്റ്റാർട്ട് ചെയ്യുവാണ് പോകുന്നത്. എത്ര നാളിങ്ങനെ ഡെയിലി പോകാൻ പറ്റുമോ എന്നറിയില്ല, എന്നാലും ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. എനിക്ക് രാവിലെ കുർബാനയ്ക്ക് പോകുന്നത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം എന്നെ കാണുമ്പോൾ ആൾക്കാർ പറയും, നീ പള്ളിയിലൊക്കെ ഡെയിലി പോകുമോ? പോകും. അതെനിക്കൊരു പോസിറ്റീവ് എനർജിയാണ് തരുന്നത്. അപ്പം ഞാൻ പറയുന്നത് പറയാൻ വന്ന വീഡിയോനെ പറ്റി പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ കൃപാസനത്തിലെ കാര്യമാണ്. ഞാൻ കൃപാസനത്തിൽ പോകുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ 6th or 7th എന്തോ പഠിക്കുന്ന ടൈമിലാണ് ഫസ്റ്റായിട്ട് ഞാൻ കൃപാസനത്തിനെ പറ്റി അറിയുന്നത്. അന്ന് ഇപ്പം എനിക്ക് 6th or 7th എന്ന് പറയുമ്പോൾ എനിക്കൊരു 10-12 വയസ്സുണ്ടാവും അല്ലേ. ഇപ്പം എനിക്ക് 29 വയസ്സായി. അപ്പം ഫസ്റ്റ് ടൈം ഇത് ഇത്ര ഫേമസ് ഒന്നും അല്ലായിരുന്നു ഈ പള്ളി. ഭയങ്കര നോർമൽ ചെറിയ പള്ളിയായിരുന്നു. ആ ഒരു ടൈം തന്നെയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. കാര്യം എനിക്ക് ആ ഇയർ എനിക്ക് ഓർത്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാര്യം എൻ്റെ മമ്മിയുടെ ആങ്ങള ജോഷിയങ്ങളും റാണി ആൻറ്റിയുമാണ് ഈ ഒരു പള്ളി എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. ബിക്കോസ് അങ്കിൾ ഗൾഫിൽ പോകുന്ന ടൈമിൽ ഈ അച്ഛനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അന്ന് നോർമലി ഒരു അച്ഛൻ്റെ പള്ളി എന്ന് പറയുന്ന പോലെ തന്നെ എനിക്കറിയത്തുള്ളൂ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതാണ് നടന്നിട്ടുള്ളത്. അപ്പം ഇപ്പോൾ എനിക്കിതിനെപ്പറ്റി പറയണമെന്ന് തോന്നി. കാര്യം എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയ ഒരു സ്ഥലമാണ് കൃപാസനം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആ ടൈമിൽ ഒറ്റ പ്രാവശ്യം എന്തോ ആ പള്ളിയിൽ പോയിട്ടുണ്ട്. ബിക്കോസ് എൻ്റെ ആൻറ്റിയുടെ വീട് അതിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ പോയിട്ട് വന്ന ടൈമിൽ ഞാൻ പോയിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ ഓർമ്മയിലുള്ളതാണ് കേട്ടോ, ശരിയാണോ എന്ന് എനിക്കറിയില്ല. എന്നുവെച്ചാൽ ടൈമും അവിടെ പോയിട്ട് വന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം കുറേ വർഷങ്ങൾ കഴിഞ്ഞു ഈ പള്ളിനെ പറ്റി കൂടുതൽ ആൾക്കാർ അറിയാൻ തുടങ്ങി. അപ്പോൾ 2022 പിന്നീട് ഞാൻ പോകുന്നത്. പള്ളി കാണാറുണ്ടെങ്കിലും ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടില്ലായിരുന്നു. 2022 എൻ്റെ റാണി ആൻറ്റി പറഞ്ഞിട്ടാണ് റാണിൻ്റെയാണ് എന്നെ കൊണ്ടുപോകുന്നത്. ഓക്കെ, നമുക്ക് പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞിട്ട്, കൃപാസനത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ട്. ബിക്കോസ് എനിക്ക് UK പോകാനുള്ള വിസേൻ്റെ കാര്യങ്ങളും എല്ലാം പ്രോസസ്സെല്ലാം നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ ഈ പള്ളീനെ പറ്റി ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും ആൻറ്റി എന്നോട് പറഞ്ഞു, നീ വൺസ് ഇവിടെ ഒന്ന് വന്ന് നോക്ക്, നിനക്ക് ഇഷ്ടമാവും എന്ന് പറഞ്ഞ് നമ്മൾ ആ പള്ളി പോയി. ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി തന്നെയായിരുന്നു പള്ളിയിലേക്ക് പോയത്. ഉടമ്പടീനെ പറ്റി ഞാൻ പറയാം. അപ്പോൾ ഉടമ്പടി എടുത്തു. ഞാൻ പോയ ദിവസം തന്നെ ഉടമ്പടി എടുത്തു. വെരി നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തു. പ്രോപ്പറായിട്ട് ഉപവാസം എടുത്തും ധ്യാനം കൂടിയും രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഞാൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തു. അത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾക്ക് 6 കാര്യങ്ങൾ നമുക്ക് നിയോഗം വെക്കാം, ഉടമ്പടിയിൽ വെക്കാൻ പറ്റും. അപ്പം എൻ്റെ ലൈഫിൽ ഫസ്റ്റ് കാര്യങ്ങൾ വിത്തിൻ ഒരു 1 വീക്കിൽ തന്നെ നടന്നു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വിശ്വാസമാവാമെന്ന് പറയത്തില്ലേ. ബാക്കിയുള്ളവർ എങ്ങനെ ഇതെടുക്കും എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് എൻ്റെ ലൈഫിലെ കാര്യങ്ങൾ നടന്നിട്ടുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ എനിക്ക് ആ ഒരു കാര്യം നടന്നു കിട്ടി. എൻ്റെ വിസ അപ്രൂവായി. ഐ വാസ് സോ ഹാപ്പി. ഓക്കെ, ഞാൻ അത് കുറച്ച് ടഫായിരുന്നു. അത് അപ്രൂവ് ആവുന്നതിൻ്റെ കാര്യവും അത് വരാൻ കുറച്ച് ലേറ്റ് ആവുകയൊക്കെ ചെയ്തു. ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഞാനത് വന്ന് പിറ്റേ ദിവസം തന്നെ കൃപാസനത്തിൽ പോയി എനിക്ക് സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞു പോയി. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്ക് സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, കുഴപ്പമില്ല, ഇപ്പോൾ ഉടമ്പടി എടുത്തതല്ലേ ഉള്ളൂ, ഇനിയും ലൈഫിൽ എന്തെങ്കിലും ഇതുപോലെ നടക്കുമ്പോൾ വന്ന് സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ ശരി.
അത് കഴിഞ്ഞിട്ട് ഞാൻ UK പോയിട്ടാണെങ്കിലും ഞാൻ ഉടമ്പടി കംപ്ലീറ്റ് ചെയ്തു. പിന്നെ രണ്ടാമത് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തിട്ട് അതും കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ഇപ്പോൾ പക്ഷെ ഞാൻ എപ്പോൾ ഈ ഒരു 4 ഇയേഴ്സിൽ ഞാൻ എപ്പോൾ വന്നാലും കൃപാസനത്തിൽ പോവാതെ UK തിരിച്ചു പോകാറുണ്ടായിരുന്നില്ല. കാര്യം എനിക്ക് കൃപാസനത്തിൽ വന്ന അമ്മേനെ കാണാതെ പോകാൻ പറ്റത്തില്ല. അതിനുശേഷം ഇപ്പോൾ ഞാനിവിടെ ഒരു 5 months ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ലൈഫിൽ കുറച്ച് അപ്പ് ആൻഡ് ഡൗൺസ് നടക്കുന്ന ഒരു ടൈമാണിപ്പോൾ. അപ്പോൾ എനിക്ക് ഒന്നും കൂടെ ഉടമ്പടി റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഏപ്രിലിൽ പോയി ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വയ്യാണ്ടായി. എനിക്ക് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കഴിക്കുന്നതുകൊണ്ട് എനിക്ക് രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകാനും ഞാൻ ഉറങ്ങിപ്പോവാണ്. അപ്പം ഉറങ്ങിപ്പോയി എൻ്റെ ഉടമ്പടി അവിടെ ബ്രേക്കായി. അപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ ശരി, ഞാൻ മാധവനോട് പറഞ്ഞു, മാധവൻ എനിക്ക് രാവിലെ എണീക്കാൻ പറ്റുന്നില്ല, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഉടമ്പടി അവിടെ ബ്രേക്ക് ആവുക ചെയ്തത്. ഇപ്പം ഞാൻ ഓക്കെ ആയപ്പോൾ ഞാൻ തിരിച്ചു പോയി ആ ഉടമ്പടി റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. എൻ്റെ ലൈഫിൽ ഉടമ്പടി മാധവമായിട്ടുള്ള ആ ഒരു ഉടമ്പടി വരുത്തിയ മാറ്റങ്ങൾ വളരെ വലുതാണ്. ഞാൻ ഒന്നും കൂടെ ഭയങ്കര വിശ്വാസത്തിലായി എന്ന് പറയാം. ഈ കൃപാസനത്തിൽ പോയതിന് ശേഷമാണ് എനിക്ക് കുറച്ചും കൂടെ ഇത്ര കൂടുതലായിട്ട് ദൈവത്തോട് അടുക്കാനും മാതാവിനോട് അടുക്കാനൊക്കെ പറ്റിയെന്ന് ഞാൻ പറയും. പിന്നെ കമ്മിങ് ടു ഉടമ്പടി, നമ്മൾ അവിടെ ചെന്ന് നമുക്ക് ഉടമ്പടിയുടെ ക്ലാസ് ഉണ്ടാവും. മെയിൻലി അവിടെ ചെന്ന് ഉടമ്പടി എടുക്കാൻ നിൽക്കുന്നവർ മാക്സിമം രാവിലെ പോകാൻ നോക്കുക. കാര്യം എനിക്ക് തോന്നുന്നു എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 2 ക്ലാസ്സാണുള്ളത്. ആ ക്ലാസ് ഓൾമോസ്റ്റ് 3.5 hours 4 hours കൂട്ടാം, 4 hours ഉണ്ടാവും. അപ്പം ഇന്നലെ നമ്മൾ പോയപ്പോൾ കിച്ചൂട്ടി പോയി ഉടമ്പടി എടുത്തു. അത് നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സിനാണ് കയറിയത്. 2 മണിക്ക് ക്ലാസ് ഉണ്ട്, രാവിലെയും ക്ലാസ് ഉണ്ട്. അപ്പം ഞാൻ ഈ കൃപാസന മാതാവിനെ പറ്റി പറയുമ്പോഴും പള്ളീനെ പറ്റി പറയുമ്പോഴേക്കും എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, തെരേസ ഇതെങ്ങനെയാണ് ഉടമ്പടി എടുക്കുന്നത്, എങ്ങനെയാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു പറയാറുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. ഉടമ്പടി എടുക്കണം എന്ന് ആഗ്രഹമുള്ള ഡെയിലി അവിടെ ഉടമ്പടി എടുക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ 2 ക്ലാസ്സസ് ഉണ്ടാവും, 2 ബാച്ചായിട്ട് ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ ഒരുപാട് പേര് ഉടമ്പടി എടുക്കാൻ വരുന്നുണ്ടാക്കാം. എല്ലാവരെയും ഒരുമിച്ചിരുത്തിയായിരിക്കും ക്ലാസ് ഉണ്ടാവുക. ഇപ്പം അതിനുശേഷം നമ്മളുടെ നിയോഗങ്ങളും എല്ലാം അതിൽ എഴുതി കൊടുക്കുക. അത് ക്ലാസ് കേട്ട് നിങ്ങൾക്ക് ക്ലാസ്സിലിരിക്കുമ്പോഴേ ബാക്കി കാര്യങ്ങൾ, ഞാനത് പറയാൻ ആളല്ല, അതിലിരിക്കുമ്പോഴേ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ. പിന്നെ നമുക്ക് ഇങ്ങനൊരു പത്രം കിട്ടുന്നുണ്ടായിരിക്കും. ഇതാണ് കൃപാസനത്തിലെ പത്രം. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ പത്രം കൊടുക്കുന്നത് എന്തിനാണ്. ഈ പത്രം കൊടുക്കുന്നത് നമ്മുടെ ഒരു പ്രേക്ഷിത വേല എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. ഇങ്ങനെയാണ് പത്രം വരുന്നത്. ഈ പത്രം നമുക്ക് നമുക്ക് പള്ളിയിൽ വിതരണം ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നവർക്ക് വിതരണം ചെയ്യാം. ഞാനാണെങ്കിൽ ഈ പത്രം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് മെയിൻലി ഇത് വായിക്കുമെന്ന് ഉറപ്പുള്ള 2-3 പേരുണ്ട്. അതിപ്പം ചെന്നൈയിലുള്ളവരുണ്ട്, അല്ലെങ്കിൽ പുറത്തുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഞാൻ സെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതൊരു ചെറിയ പത്രമാണ്, പക്ഷെ സ്റ്റിൽ ഇത് കൊടുക്കുമ്പോൾ എനിക്കൊരു സമാധാനമുണ്ട്, വായിക്കുന്ന അവർക്കൊരു സമാധാനമുണ്ട്. അതത്ര വിശ്വസിച്ചിട്ട് വായിക്കുന്നവരുണ്ട് കേട്ടോ, അല്ലാതെ നശിപ്പിക്കാൻ വാങ്ങുന്നവരല്ല. പിന്നെ നമുക്ക് വരുന്നത് ഉപ്പ് വരുന്നുണ്ട്, തൈലം വരുന്നുണ്ട്, കാശിരൂപം വരുന്നുണ്ട്. ഉപ്പ്, തൈലം, കാശിരൂപം, തേൻ വരുന്നുണ്ട്. അപ്പോൾ ഈ തേന് നമുക്ക് വാങ്ങാൻ പറ്റും, അവിടുത്തെ സ്റ്റോറിൽ അവൈലബിൾ ആയിരിക്കും. പക്ഷേ ഉപ്പും വാങ്ങാൻ പറ്റും കേട്ടോ. ഉപ്പ് നമുക്ക് മറ്റുള്ളവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും മാതാവിൻ്റെ. തൈലം നമ്മൾ ഉടമ്പടി എടുത്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. കാശിരൂപവും അതുപോലെ തന്നെ തൈലവും നമ്മൾ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവർ തരുള്ളൂ, അല്ലാതെ അത് നോർമലി നമുക്ക് വാങ്ങാൻ പറ്റില്ല. പിന്നെ എനിക്ക് ഉടമ്പടി എടുക്കുമ്പോൾ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം അത് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. ഈ തൈലം നമുക്ക് അവിടുന്ന് അവൈലബിൾ ആയിരിക്കില്ല, കാര്യം നമ്മൾ ഉടമ്പടി എടുത്താൽ മാത്രമാണ് നമുക്ക് തൈലം കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ആ തൈലം മറ്റുള്ളവർക്ക് നമ്മൾക്ക് കൊടുക്കാനും പറ്റത്തില്ല. അത് അച്ഛൻ ആ ക്ലാസ്സിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ആ തൈലം നമ്മൾ ഉടമ്പടി എടുത്തവർ മാത്രം കയ്യിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. അതൊരിക്കലും വേറൊരാൾക്ക് നമുക്കത് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ മറ്റുള്ളവർക്ക് തൈലം പൂശി കൊടുക്കാം, പക്ഷെ അല്ലാതെ നമ്മുടെ ബോട്ടിൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് അതേസമയം ഉപ്പാണെങ്കിലും ഇപ്പം ഹണി ആണെങ്കിലൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ പത്രം നമ്മൾ കൂടുതലും വാങ്ങിക്കൊടുക്കുന്നത് ഒരു പ്രേക്ഷിത പ്രവർത്തനം പോലെയാണ് ഞാൻ കാണുന്നത്. നമുക്കത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ ഈ ഉടമ്പടി എടുക്കുന്ന സമയത്ത് നമുക്ക് 2 ഇങ്ങനെ
തിരി കിട്ടുന്നുണ്ടായിരിക്കാം. ഉടമ്പടി എടുക്കുന്ന സമയത്താണ് നമുക്ക് ഈ തിരി കിട്ടുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ഉടമ്പടിയുടെ ഫോം കാണിച്ച് ഞാൻ രണ്ടാമത്തെ തിരി വാങ്ങിയതാണ്. അതാണ് ഇപ്പോൾ ഇത് യൂസ് ചെയ്യാതുള്ളത്. അല്ലാതെ തിരി യൂസ് ചെയ്ത തിരി അവിടെ ഇരിപ്പുണ്ട്. അപ്പം അത് തീരാറായതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പം ഇത് നമ്മൾ രാവിലെ എണീറ്റ് 5:30 എണീക്കണം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. പ്രോപ്പറായിട്ട് 5:30 തന്നെ എണീക്കണം. അപ്പം 5:30 എണീറ്റിട്ട് നമ്മൾ ഈ നീരത്തിരി വെച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതിനുശേഷം നമ്മൾ വൈകിട്ടത്തെ പ്രാർത്ഥനയ്ക്കാണ് നമ്മൾ പച്ചത്തിരി യൂസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. അപ്പം ഇത് ഇപ്പം ഞാൻ പറയുമ്പോൾ തന്നെ ഇതിൽ വിശ്വാസമുള്ളവരുണ്ടാകാം, ഇല്ലാത്തവരുണ്ടാകാം. പക്ഷേ എനിക്ക് വിശ്വാസമാണ്. എന്നോട് ചോദിച്ച ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എസ്പെഷ്യലി ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പം ഈ തിരി നമുക്ക് ഈ 2 എണ്ണേ തരുള്ളൂ. ബാക്കി നമ്മൾ അവിടെ ചെന്ന് നമുക്ക് 3 മാസമാണ്, 90 ദിവസമാണ് ഈ പ്രാർത്ഥന വരുന്നത്, ഉടമ്പടി. ഓക്കെ, അപ്പം നമ്മൾ അതിനിടയ്ക്ക് നമുക്ക് ഈ തിരി തീർന്നു പോകുകയാണെങ്കിൽ നമ്മൾ കൃപാസനത്തിൽ പോയിട്ട് നമ്മുടെ ഫോം കാണിച്ചാൽ മാത്രമേ നമുക്ക് ഈ തിരി കിട്ടൂ. അല്ലാതെ നോർമൽ തിരി അവിടെ കിട്ടും. പക്ഷേ ഈ തിരി കിട്ടണമെങ്കിൽ നമ്മൾ നമ്മുടെ ഫോം കാണിക്കണം, എന്നാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. അപ്പം സന്ധ്യപ്രാർത്ഥന ചൊല്ലിയിട്ട് നമ്മൾ ഈ പച്ചത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കണ്ടേ. ഇതിനിടയ്ക്ക് ചൊവ്വാഴ്ചകളിൽ നമുക്ക് ധ്യാനം വരുന്നുണ്ട്. അത് ഓൺലൈനിൽ ധ്യാനം ഉണ്ടാവും. അപ്പോൾ മാക്സിമം ആ ധ്യാനം കൂടണം. നമ്മൾ ധ്യാനം കൂടി പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഉപവാസം എടുക്കണം. അപ്പം അതെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഉടമ്പടി കംപ്ലീറ്റ് ചെയ്യുന്നത്. പ്രോപ്പറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മാതാവിൻ്റെ അടുത്ത് നിന്ന് നല്ല അനുഗ്രഹവും നമ്മൾ പ്രതീക്ഷിച്ചതിനുള്ള ഉത്തരങ്ങളെല്ലാം കിട്ടും എന്നുള്ള കാര്യം ഞാൻ 100% നിങ്ങൾക്ക് പറയാം. എൻ്റെ ലൈഫിലുള്ള എൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ള കാര്യങ്ങൾ തന്നെ അതിന് ഭയങ്കര എക്സാമ്പിളാണ്. പിന്നെ ഈ നമ്മുടെ ഉടമ്പടി എടുക്കുന്നവർക്ക് കിട്ടുന്ന കാശ് രൂപ കേട്ടോ. അതായത് ഇതിപ്പോൾ ഞാൻ 2022 എൻ്റെ കാശ് രൂപമാണിത്. ഈ കൊന്തയും എൻ്റെ കയ്യിലിരിക്കാൻ തുടങ്ങിയിട്ട് 12 വർഷമായി. 12 വർഷമായിട്ട് ഞാൻ ഇതുവരെ കൊന്ത ചേഞ്ച് ചെയ്തിട്ടില്ല. എൻ്റെ മമ്മി ഇസ്രയേലിൽ നിന്ന് കൊണ്ടുവന്ന കൊന്തയാണ്. അന്ന് എനിക്ക് തന്നത് ഇന്നും എൻ്റെ കയ്യിലുണ്ട്. ഈ ഒരു കൊന്ത ഞാൻ എവിടെ പോയാലും എൻ്റെ പോക്കറ്റിലുണ്ടാവും, അല്ലെങ്കിൽ ബാഗിലുണ്ടാവും. ഞാൻ ഈ കൊന്ത വിട്ട് ഇതുവരെ എൻ്റെ കൂടെ കൊണ്ടുപോകാതെ ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല. അപ്പോൾ പിന്നെ എൻ്റെ ലൈഫിൽ വന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ പാർട്ട്ണർ തന്നെയാണ്. എൻ്റെ പാർട്ട്ണറിൻ്റെ കാര്യം പറഞ്ഞാലും ഇപ്പോൾ കല്യാണം കഴിച്ചു. പാർട്ട്ണറിൻ്റെ കാര്യമാണെങ്കിലും ഞാൻ മാതാവിനോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എല്ലാം എൻ്റെ ലൈഫിൽ നടത്തി തന്നിട്ടുള്ളത്. എൻ്റെ ലൈഫിൽ തന്നെ ഒരുപാട് എക്സാമ്പിൾ ഈ ഒരു പ്രാർത്ഥന കൊണ്ട് എനിക്ക് കിട്ടിയ ഉത്തരങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ഉടമ്പടി എടുക്കുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ മാക്സിമം അത് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. അല്ലാതെ ഒരു പേരിന് വേണ്ടി ഞങ്ങൾ ഉടമ്പടി എടുത്തു, എല്ലാവരും എടുക്കുന്നു ഞങ്ങളും എടുക്കുന്നു എന്നുള്ള രീതിക്കല്ലാതെ എടുത്തു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് പ്രാർത്ഥിച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. മാതാവിനോട് മുട്ടിപ്പോയി പ്രാർത്ഥിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. അതിപ്പം ഞാൻ മറ്റുള്ളവരോടും പറയുന്ന കാര്യമാണ്. നമ്മളെന്തെങ്കിലും നമുക്ക് വേണം എന്ന് നമ്മൾ മാതാവിനോട് വാശി പിടിച്ച്, ഇപ്പം എൻ്റെ മമ്മി എൻ്റെ അടുത്ത് പറയും, നീ മാതാവിനെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടിട്ട് മാതാവിനോട് വാശി പിടിക്കുക, എനിക്കിത് എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കും. ഞാനിപ്പോൾ മാതാവിൻ്റെ ഫ്രണ്ടിൽ ഞാൻ പറയും, ഞാനൊരു ഫ്രണ്ടിനെ പോലെയാണ്, എനിക്കത് എന്താ തരാത്തേ, നീ എന്താ എന്നോട് മിണ്ടാത്തേ, ഞാൻ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് മാതാവിൻ്റെ അടുത്ത്. ചിലപ്പോൾ ഇത് ബാക്കിയുള്ളവർക്ക് ഫണ്ണി ആയിട്ട് തോന്നാവും. പക്ഷേ എൻ്റെ ലൈഫിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് എൻ്റെ മാതാവ് തന്നെയാണ്. വെരി ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെ ഈ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഇൻവോൾവായി പ്രാർത്ഥിക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പം എപ്പോഴും ഈ ബ്യൂട്ടി വ്ളോഗും ഡേ ഇൻ മൈ ലൈഫും എല്ലാം ചെയ്തിരിക്കുമ്പോൾ ഇതും ഒരു വിധത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ മാതാവിനെ പറ്റി അല്ലെങ്കിൽ ദൈവത്തിനെ പറ്റി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഒരു പ്രേക്ഷിത പ്രവർത്തനം, അല്ലെങ്കിൽ എൻ്റെ ആത്മീയ ജീവിതത്തിലും മറ്റുള്ളവർക്ക് മാതാവിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നതൊക്കെ നമ്മളൊരു പ്രേക്ഷിത വേല ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നത്. പ്രഘോഷിക്കുക എന്ന് പറയത്തില്ലേ, മാതാവിനെയും ഈശോനെയും പറ്റിയൊക്കെ പ്രഘോഷിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി. ഇപ്പം ലൈറ്റ് എ ക്യാൻഡിലുണ്ട്, കൃപാസനത്തിൻ്റെ ഓൺലൈൻ സൈറ്റിൽ തന്നെ ലൈറ്റ് എ ക്യാൻഡിലുണ്ട്. നമ്മളിപ്പോൾ എവിടെയാണെങ്കിലും നമുക്കത് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. കൃപാസനത്തിൻ്റെ സൈറ്റിൽ നമ്മൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന ദൂരെ ഇപ്പം അബ്രോഡ് ഉള്ളവർക്കാണെങ്കിലും ഓൺലൈൻ ഉടമ്പടി എടുക്കാനുള്ള അവസരം അവർ ഒരുക്കി തരുന്നുണ്ട്. മാക്സിമം ഇപ്പോൾ നമ്മൾ നാട്ടിൽ വരികയാണെങ്കിൽ ഞാൻ ആരെയും പ്രഷർ ചെയ്യില്ല. പക്ഷെ വൺസ് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് ഇഷ്ടമാവും. എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിക്കാനുണ്ടാവും അല്ലേ. ഇപ്പം ഇന്നലെ കിച്ചൂട്ടി വന്നു, കൃഷ്ണജ എൻ്റെ ഫ്രണ്ടാണ്, നമ്മുടെ UK യിലുള്ളതാണ്. അപ്പം അവളും
അവളുടെ അമ്മയും ഓൾറെഡി 2022 23 ആയ സമയത്തൊക്കെ അവരുടെ ഒരു സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞാൽ അവരെന്നോട് പറഞ്ഞത് അവർ പണ്ട് കൃപാസനത്തിൽ വന്നു, അവരുടെ വീടിൻ്റെ കാര്യങ്ങളോ ലോണോ കാര്യങ്ങൾക്ക് വേണ്ടി ഇത്രയും ഒരു വർഷമായിട്ട് നടക്കാത്തൊരു കാര്യമായിരുന്നു. കൃപാസനത്തിൽ വന്ന് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ലോണിൻ്റെ കാര്യങ്ങൾ ബാങ്കിൽ നിന്ന് വിളിക്കുക. അപ്പോൾ അവർ അതിന് പോയ സമയത്ത് ഇവർ ഉടമ്പടി എടുക്കാൻ വന്നായിരുന്നു. പക്ഷേ ടൈം കിട്ടാത്തതുകൊണ്ട് അവർക്ക് ഉടമ്പടി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അന്ന് അത് എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കിച്ചൂട്ടി ഇന്നലെ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പോൾ അന്ന് കിച്ചൂട്ടിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല, അമ്മയ്ക്കും. അപ്പം ആ ഒരു കുറവ് നികത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്ന് ഉടമ്പടി എടുക്കാൻ പറ്റിയത്. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോയത് ഉടമ്പടി എടുത്തതിൽ. പിന്നെ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, നല്ല ജീവിതം നയിക്കാൻ നോക്കുക. നമ്മൾ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ദോഷം വരില്ല. എല്ലാവർക്കും ഓരോരോ വിശ്വാസമായിരിക്കാം. അപ്പം ആ വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക, പ്രാർത്ഥിക്കുക. ഞാൻ പറയുകയാണെങ്കിൽ പ്രാർത്ഥിക്കുക, നമുക്ക് എന്ത് പ്രശ്നം വന്നാലും പ്രാർത്ഥിക്കുക. ദൈവത്തിനോട് പറയുന്നതിൽ പരം വേറെ ആരോട് പറയുന്ന പോലെ, വേറെ ആൾക്കാരോട് പറയുന്നത് പോലെയല്ല നമ്മൾ ദൈവത്തിനോട് പറയുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഓപ്പൺ അപ്പ് ആവാൻ പറ്റും. നമ്മളെ കംപ്ലീറ്റ്ലി അറിയാവുന്ന നമ്മുടെ ദൈവത്തിനല്ലേ. അപ്പം അതുപോലെ നമുക്ക് കംപ്ലീറ്റ്ലി നമ്മുടെ ദൈവത്തിനോട് ഓപ്പൺ അപ്പായി സംസാരിക്കാൻ പറ്റും, പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കൃപാസനത്തിൻ്റെ വീഡിയോ ഞാൻ ചെയ്തത് തന്നെ എന്നോട് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ്. ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ബാക്കി കാര്യങ്ങളെല്ലാവരും ഇപ്പം അവിടെ പോയിട്ടാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഓൺലൈൻ സൈറ്റിൽ പ്രോപ്പറായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് യൂട്യൂബ് ചാനലുണ്ട്, അതിൽ ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട്. സാക്ഷ്യങ്ങളും, ഈ സാക്ഷ്യങ്ങൾ കാണുന്നത് നല്ലതായിട്ട്. എനിക്ക് സാക്ഷ്യങ്ങൾ കാണുമ്പോഴും കുറച്ചൊക്കെ പോസിറ്റീവ് വൈബ്സ് തോന്നാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുക, അല്ലെങ്കിൽ അച്ഛൻ അതിനെപ്പറ്റി പറയുന്നത് കേൾക്കുക. പക്ഷേ ഈ ക്ലാസ് എനിക്ക് തോന്നുന്നില്ല, ഉടമ്പടിയുടെ ക്ലാസ് ഒരിക്കലും അവർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് നമ്മളവിടെ പോയി ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം നമുക്ക് ഡെയിലി എഴുതാനുള്ള വചനങ്ങളും പ്രാർത്ഥിക്കാനുള്ള വചനങ്ങളും ബൈബിൾ കോട്ട്സും ഒക്കെ അവർ തരുന്നുണ്ടായിരിക്കാം. അതെല്ലാം നമ്മൾ എഴുതിയെടുക്കുക, നമ്മൾ അതുപോലെ തന്നെ മുന്നോട്ട് പോവുക. ഉടമ്പടി എടുക്കാത്തവരാണെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ഇപ്പം പറഞ്ഞ പോലെ യൂട്യൂബ് ചാനലിലുണ്ട്, അല്ലെങ്കിൽ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ആ ക്ലാസ് കൂടുക. എല്ലാവരുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും ഇതിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ. അപ്പം ഈ ഒരു കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പം ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാവർക്കും അവരുടെ ലൈഫിൽ നല്ലത് മാത്രം വരട്ടെ. ഈ വീഡിയോ ഉപകാരമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം പറഞ്ഞ പോലെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ യു ക്യാൻ ടെക്സ്റ്റ് മീ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു.